അപർണയേക്കാൾ ജൂഡ് സ്നേഹിച്ചത് ഗീതികയാണെന്ന് ശ്രീറാം ഗീതികയോട് പറയുന്നു. ഭദ്രയുടെ വീട്ടിലേക്ക് വരുന്ന സേവ്യറും മഹേന്ദ്രനും. ശ്രീറാമിന്റെ വണ്ടി കണ്ട് ഇയാളിപ്പോൾ ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞ് സേവ്യർ മഹേന്ദ്രനെ ചൊടിപ്പിക്കുന്നു. പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ശ്രീറാം വരുന്നത് ശരിയല്ലെന്നും ഒരു വനിതാ പോലീസെങ്കിലും കൂടെ വേണമെന്നും ശ്രീറാമിനോട് മഹേന്ദ്രന്റെ ഈ സ്വഭാവമാറ്റത്തിന് പിന്നിൽ സേവ്യറാണെന്നും ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി തനിക്ക് എപ്പോഴും ഇവിടെ വരാമെന്നും അതുകൊണ്ട് തന്നോടൊരു ഭീഷണിയും വേണ്ടെന്നും പറഞ്ഞ് ശ്രീറാം അവിടെ നിന്ന് പോകുന്നു. ഇതിന്റെ പേരിൽ കലഹിക്കുന്ന ഭദ്രയും മഹേന്ദ്രനും. ഭദ്ര എന്തു വേണമെങ്കിലും ആയിക്കൊള്ളൂവെന്നും ഇതിനിടയിൽ കഷ്ടപ്പെടുന്ന ഗീതികയെ താൻ കൊണ്ടുപോകാൻ വന്നതാണെന്നും ഭദ്രയോട് മഹേന്ദ്രൻ. അച്ഛനിപ്പോൾ സ്വന്തമായ തീരുമാനങ്ങളില്ലെന്നും മറ്റുള്ളവർ പറയുന്നത് കേട്ടാണ് അച്ഛൻ നിൽക്കുന്നതെന്നും അതുകൊണ്ട് അച്ഛന്റെ കൂടെ വരാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് ഗീതിക അവിടെ നിന്ന് പോകുന്നു. തകർന്നു പോകുന്ന മഹേന്ദ്രൻ. ഇതിന്റെ പേരിൽ ഭദ്രയെ കുറ്റപ്പെടുത്തി അയാൾ അവിടെ നിന്ന് പോകുന്നു. വിഷമിച്ചു നിൽക്കുന്ന ഭദ്ര. പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറുന്ന മഹേന്ദ്രൻ. വിഷമിച്ചു നിൽക്കുന്ന മഹേന്ദ്രനോട് താൻ വിഷമിക്കേണ്ടെന്നും താമസിയാതെ അപർണയും ഗീതികയും ഇവിടെ താമസിക്കാൻ വരുമെന്നും സേവ്യർ. തുടർന്ന് കാണുക. ജൂഡിന്റെ ഓർമ്മകളിൽ മാത്രമായിട്ട് അവൾ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ. അവൾക്കും ഒരു വിവാഹവും കുടുംബവും ഒക്കെ വേണ്ടേ? അവളുടെ പ്രസവം കഴിഞ്ഞിട്ട് മതി. ഇനിയിപ്പം 3 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. നീ ആ പയ്യന്റെ പേരെന്താ മോളെ പറഞ്ഞേ? ആരാ? അപ്പൂന് വേണ്ടി നമ്മൾ ആലോചിച്ചില്ലേ? ആ പയ്യൻ വിശാഖ് സുബ്രഹ്മണ്യം. അവൻ തന്നെ. അവന്റെ അച്ഛനെയും കുടുംബത്തെ പറ്റിയൊക്കെ മഹേന്ദ്രൻ അറിയാം. മണിസ്വാമിയുടെ മകനില്ലേ? തനിക്കറിയില്ലേടോ മണിസ്വാമിയെ? അതൊക്കെ ഇപ്പൊ ആലോചിക്കേണ്ട കാര്യമല്ല. ഇപ്പൊ അവൾ അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലടോ. കാര്യങ്ങൾ കുറെ നേരത്തെ കാലത്തെ ആലോചിച്ചു തുടങ്ങിയേ പറ്റൂ. 3 മാസങ്ങൾക്കിടയിൽ ആർക്കെന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. 3 മാസങ്ങളല്ലേ? താമ്പ ഒന്ന് ഫ്രഷ് ആകാമടോ. വാ. ട്രീസേച്ചി. അപ്പു, നീ എവിടെയാ? ഞാൻ വീട്ടിലെ ട്രീസേച്ചി. ഡോക്ടറെ അടുത്ത് എപ്പോഴാ പോകണ്ടേ? വൈകുന്നേരം മതി. 5 മണിക്ക് അപ്പോയിന്റ്മെന്റ്. ഞാനിപ്പോ ഇവിടെ നിന്റെ അച്ഛൻ്റെ അടുത്തുനിന്നാ. അച്ഛൻ ഇവിടെ ഒരു വാടക വീട് എടുത്തു. എവിടെ? സിറ്റിന്ന് വിട്ടിട്ടാ. ഇവിടെ നിന്റെ അച്ഛൻ ഒറ്റയ്ക്കാ, കൂട്ടിന് ആരുമില്ല. അതിന് ഞാനെന്താ ചെയ്യണ്ടേ? നീ ഒന്ന് ഇവിടെ വന്ന് നിൽക്കണോ? അപ്പോ നിന്റെ അച്ഛൻ്റെ കൂടെ അല്ലേ നീ നിൽക്കേണ്ടത്? ട്രീസേച്ചി. അപ്പോ നീ ഈ വീടൊന്ന് വന്ന് കാണാഞ്ഞിട്ടാ. നല്ല ഭംഗിയുള്ളൊരു വീടാ. ആ മനുഷ്യനോട് ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് വന്ന് താമസിക്കാൻ പറയുന്നത് വലിയ കഷ്ടമാ. അപ്പോ മാത്രമല്ല, അച്ഛൻ മോളിനെ വിളിക്കാനും ചെന്നിരുന്നു. മോളും മാഷിനെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്താ സംസാരിച്ച്. അത് പിന്നെ അവള് ഭദ്രയുടെ കസ്റ്റഡിയിലായോണ്ടാണെന്ന് വിചാരിക്കാം. അവര് പറഞ്ഞു പഠിപ്പിച്ച പോലല്ലേ അവള് പെരുമാറൂ. പക്ഷേ നീ എങ്കിലും നിന്റെ അച്ഛനെ കുറച്ചുകൂടെ മനസ്സിലാക്കണം. നീയും വല്ലാതെ മോശമായി പെരുമാറിയിട്ടാ നിന്റെ അച്ഛനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. പക്ഷെ എനിക്കിപ്പോ അവിടെ വന്ന് നിൽക്കാൻ എന്റെ മനസ്സെപ്പോഴും പ്രിപ്പയർഡ് അല്ല ട്രീസേച്ചി. മനസ്സൊന്ന് കാമായി വരുന്നതേ ഉള്ളൂ. അതിനിടയില് അച്ഛനെ പഴയതുപോലെ സ്നേഹിക്കാനൊക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നീ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മാഷ് അത്രയും നിന്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ചേച്ചി ഇപ്പൊ എവിടെയാ? ഞങ്ങളിവിടെ നിന്റെ അച്ഛൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ അവിടെ ആരൊക്കെയുണ്ട്?
ഇവിടെ ഞാനും നിന്റെ അച്ഛനും ഉപ്പാപ്പയും. ഉപ്പാപ്പയുണ്ടോ? ആ, ഉപ്പാപ്പയുണ്ട്. ഉപ്പാപ്പയ്ക്ക് കൊടുക്കണോ? ആ. സംസാരിക്കുന്നോ? വേണ്ട വേണ്ട, സംസാരിക്കണ്ട. ഞാൻ വിളിച്ചോളാം. മീനാക്ഷി വന്നിട്ട് ഞാൻ വിളിച്ചോളാം ട്രിസിച്ചി. ശരി. ആ ശരൺ, ഞാനത് വായിച്ചു. അതിലേ ആ സെക്കൻഡ് പാരയിൽ കുറച്ചുകൂടി ഡോക്യുമെന്റ്സ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. നിഖിലേട്ടാ, ആ നിഖിലേട്ടാ, അകത്തേക്ക് വാപ്പോ. ആ ശരൺ, ഒരു കാര്യം ചെയ്യ്, അത് ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം വിളിക്കാം. ഓക്കെ? ആ ശരി, താങ്ക് യു, ബൈ. എന്താ അപ്പോ? നിഖിലേട്ടാ, മീനാക്ഷി എവിടെ പോയതാ? ആ, അവൾ നിന്റെ ലാബ് റിപ്പോർട്ട് മേടിക്കാൻ പോയതാ. നീ ഉറക്കമായതുകൊണ്ടാ പറയാതെ പോയത്. എന്താ പോ? നിഖിലേട്ടന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടാവൂല്ലേ? അവളിപ്പോ എല്ലാം വിട്ടേച്ച് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുമല്ലേ. ഞാൻ അവളോട് പറഞ്ഞതാ, രാത്രി ഞാൻ അവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം, എനിക്കൊരു പ്രശ്നവും ഇല്ലാന്ന്. കേൾക്കണ്ടേ? ക്ലാസ്സിനും പോവാതെ എന്റെ കാര്യം നോക്കി നടക്കുക. ആ മേരി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ അവൾക്കതൊരു ആശ്വാസമല്ലേ? പറഞ്ഞ കേക്കില്ല. അവൾക്കെല്ലാം അവള് തന്നെ ചെയ്യണം. അതൊക്കെ അവളുടെ വാശിയല്ലേ അപ്പോ? എല്ലാത്തിനും അവൾക്ക് അവളുടേതായ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. എന്ത് പറഞ്ഞാലും ഒരു തർക്കുത്തരം. നിഖിലേട്ടൻ അവളോട് ദേഷ്യമൊന്നും തോന്നരുത്. അതെന്നോടുള്ള സ്നേഹം കൊണ്ടാ. ആ പിണങ്ങിയിരുന്നതിന്റെ വിഷമമൊക്കെ അവൾക്കുണ്ട്. അതൊക്കെ മാറ്റാൻ വേണ്ടി കൂടിയാ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അപ്പോ. അല്ല, അമ്മാവനോടെ പോയതാ? കുറച്ചു ദിവസമായിട്ട് ആള് സ്ഥലത്തില്ല. ഞാൻ സേവരങ്കലിനെ വിളിച്ച് ചോദിച്ചു. അവർ തമ്മിൽ ചേർന്നെന്തോ ബിസിനസ് പ്ലാനൊക്കെയാ. സേവിയറെങ്കിലും ചേർന്നിട്ടോ? ആ, അതെ. ഈ ഉപ്പാപ്പയും അമ്മാവനും അവരത്ര വലിയ ഫ്രണ്ട്സ് ആണോ? ആ, അവര് പണ്ട് തൊട്ടേ ഫ്രണ്ട്സ് അല്ലേ. ഇപ്പൊ അങ്ങനെ കാണലും വിളിയൊന്നുമില്ല. വീട്ടിലേക്കും അങ്ങനെ വരത്തൊന്നുമില്ല. പക്ഷെ ഹോട്ടലിൽ വരാറുണ്ടെന്ന് അറിഞ്ഞത്. അന്ന് നിങ്ങളുടെ എൻഗേജ്മെന്റിന് നിഖിലേട്ടൻ അമ്മാവനെ വിളിച്ചില്ലായിരുന്നോ? ഇല്ല, അന്നച്ഛൻ വയലന്റ് ആയിട്ട് നിൽക്കുകയല്ലായിരുന്നോ. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പോ. പക്ഷേ അമ്മാവനതില് ഒത്തിരി വിഷമമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ അന്നപ്പുറത്തെ ആ അഴകിയുടെ വീട്ടിലൊക്കെ പോയി നിന്നത്? എല്ലാം ദൂരെ നിന്ന് നോക്കിക്കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അതൊന്നും എനിക്കറിയില്ല അപ്പോ. അല്ല, ശ്രീറാം ചന്ദ്രശേഖർ എന്നോട് പറഞ്ഞു അന്ന് ഉപ്പാപ്പ അമ്മാവനെ കാണാൻ രാത്രിയിൽ അവിടെ പോയിരുന്നു എന്ന്. എനിക്കത് അറിയില്ലെന്ന് പറഞ്ഞില്ലേ അപ്പോ. അന്ന് രാത്രി നിഖിലേട്ടനും ഫ്രണ്ട്സും കൂടി അവിടെ നിന്ന് എപ്പോഴാ പോയേ? എന്താ അപ്പോ? അല്ല, നിങ്ങളന്ന് കറണ്ട് പോയി കഴിഞ്ഞ് വീണ്ടും കുറെ കഴിഞ്ഞിട്ടല്ലേ പോയേ? ഏകദേശം ഒരു 11 മണിയായി കാണും അല്ലേ? ആ, 11:30 ആയി കാണും. ആ, അപ്പോ ഉപ്പാപ്പ അവിടെ ഉണ്ടായിരുന്നോ? എന്തോ ഞാൻ നോക്കിയില്ല. അപ്പോ അന്നത്തെ ആ നശിച്ച ദിവസത്തെ എങ്ങനെയെങ്കിലും മറക്കാൻ ശ്രമിക്കുമ്പോൾ നീ എന്തിനാ ഇടയ്ക്ക് വന്നിങ്ങനെ ഓർമ്മിപ്പിക്കുന്നേ? അപ്പു, അപ്പു, നിന്റെ ലാബ് റിപ്പോർട്ട്സ് ഒക്കെ കിട്ടി. ഹിമോഗ്ലോബിന്റെ കൗണ്ട് എത്രയാണെന്ന് അറിയുവോ? മരുന്നും കഴിക്കാതെ മനസ്സിനും ടെൻഷൻ അടുപ്പിച്ച് ഇങ്ങനെ നടന്നോ? വയറ്റി വളരുന്ന കൊച്ചിനെ കുറിച്ചെങ്കിലും ആലോചിക്കണ്ടേ? അല്ലേ നിഖിലേ? ആ അതെ, ഇവൾക്കിപ്പോ ഭയങ്കര സംശയവും ചോദ്യവും കാര്യങ്ങളൊക്കെയാ. ആ, എന്തു പറ്റി? ഇവളെന്താ ചോദിച്ചേ?
എനിക്ക് തോന്നുന്നു ഇവൾക്ക് ആ ശ്രീറാം ചന്ദ്രശേഖരന്റെ ബാധ കയറിയിരിക്കുകയാണെന്നാ. ഒരു ഇൻട്രഗേഷൻ ലൈൻ. ആ അതെന്താ? സേവ്യറങ്കിളുടെ കാര്യവും എന്റെ അച്ഛന്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്. ഓ, സേവിയർ അങ്കിളുടെ കാര്യം. സംഗതി അവിടെ വരെ എത്തിയോ? ഇവക്കേ വട്ടാ നിഖിൽ, ചെറിയൊരു മാനസിക പ്രശ്നം. ഗുളിക കൊടുത്ത് അങ്ങ് മാറിക്കോളൂ. നീങ്ങി വന്നേ, വാടി. ഹലോ. ആ ആ ദാ ഇപ്പൊ തന്നെ അയക്കാം. ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു. ലേറ്റായി ചെന്നാൽ മതിയെന്നാ പറഞ്ഞേ. അതിനനുസരിച്ച് നമുക്ക് ഇറങ്ങിയാൽ മതിയല്ലോ. ട്രീസേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? അച്ഛനൊരു വാടക വീടെടുത്തു. ഞാനവിടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് നിൽക്കാനാ പറയുന്നത്. അവിടെ പോയി നിൽക്കാനോ? അതെങ്ങനെ ശരിയാവുന്നേ? എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാൻ നിന്നോടൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അതെന്തിനാ നീ അങ്ങനെ പറയാൻ പോയത്? ട്രീസ് അങ്ങനെ ട്രീസേച്ചി അങ്ങനെയൊക്കെ പലതും പറയും. അതല്ല മീനാക്ഷി, അച്ഛൻ അവിടെ ഒറ്റയ്ക്കാ. എന്ന് കരുതി നീ അവിടെ പോയി നിന്നാ എങ്ങനെ ശരിയാവാനാ? എന്നാലും ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലതല്ലേ? എനിക്കിവിടെ നിൽക്കാൻ എന്താ റൈറ്റ്? ഓ, ഇവിടെ നിനക്ക് റൈറ്റ് ഇല്ലാന്ന് അതുകൊണ്ടാണോ? അതുകൊണ്ട് മാത്രമല്ല, ഞാനന്ന് അച്ഛനോട് പറഞ്ഞതും പെരുമാറിയതും ഒക്കെ കുറച്ച് കൂടിപ്പോയോ എന്നൊരു തോന്നലുണ്ട്. അതൊക്കെ ശരിയാ, പക്ഷെ നീ അവിടെ പോയി നിൽക്കാന്ന് പറയുന്നത് വലിയൊരു മണ്ടത്തരവാ. ഇപ്പം അതിൻ്റെ ആവശ്യം എന്താ? മാത്രമല്ല ഇപ്പോഴത്തെ ഈ ഹെൽത്ത് കണ്ടീഷനിൽ അത് വലിയൊരു റിസ്ക് ആണ്. ഞാൻ ട്രീസേച്ചിയെ വിളിച്ച് സംസാരിച്ചോളാം. ഉള്ളി ഇരിപ്പുണ്ടോ? 1 കിലോ എടുക്കാം. ആ ആ ആ ട്രീസേച്ചി. എന്താ മീനാക്ഷി? അപ്പു പറഞ്ഞിരുന്നു ട്രീസേച്ചി വിളിച്ച കാര്യം. ആ, ഇവിടെ വീട്ടില് മാഷ് ഒറ്റയ്ക്കാ. അപ്പു അവിടെ വന്നു നിന്നാ മാഷിന് നല്ല സന്തോഷമാവും. അപ്പുവിനും അത് വലിയ ആശ്വാസമായിരിക്കും. പക്ഷേ അപ്പു ഇപ്പം അങ്ങോട്ട് വരുന്ന കാര്യം ആലോചിക്കണ്ട ട്രീസേച്ചി. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ആണെങ്കിൽ അവൾക്കിപ്പോൾ സൗകര്യമാണല്ലോ ഹോസ്പിറ്റലിൽ പോവാനും വരാനും. അവളിവിടെ ആയിട്ട് സിങ്കായി വരികയാണ്. അത് സാരമാക്കണ്ട മീനാക്ഷി. ഈ വീട്ടിൽ അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇവിടെ മേരിയും വന്ന് നിന്നോളും. അച്ഛൻ്റെ കൂടെ വന്ന് നിൽക്കുമ്പോൾ അവൾക്കൊരു സന്തോഷവും സെക്യൂരിറ്റിയും ഒക്കെ ആവുമല്ലോ. അവളവിടെ കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആകത്തേ ഉള്ളൂ ട്രീസേച്ചി. എനിക്കറിയാം അവളുടെ മനസ്സ്. പഴയ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ തന്നെ ഉണ്ട്. എല്ലാം മറന്ന് അച്ഛനെ സ്നേഹിക്കാൻ അവളുടെ മനസ്സ് അങ്ങോട്ട് പ്രിപ്പയർഡ് ആയിട്ടില്ല. എന്തൊക്കെയായാലും നമ്മൾ ഇത്രയും കാത്തിരുന്നില്ലേ? ഇനിയൊരു 3 മാസം ഈ ഡെലിവറി ഒന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം എന്തു വേണമെന്ന്. പല കാര്യങ്ങളും ആലോചിച്ചിട്ട് തന്നെയാണ് മീനാക്ഷി ഞങ്ങളും ഈ തീരുമാനം എടുത്തത്. അപ്പുവിൻ്റെ നല്ലത് നോക്കി തന്നെ. മനസ്സിലായോ? പക്ഷെ ട്രീസേച്ചി, ഇപ്പോൾ ഒരു ഷിഫ്റ്റിങ്ങിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട. അപ്പു ഈ വീട്ടിൽ അത്രയ്ക്ക് കംഫർട്ടബിൾ ആണ്. ഞങ്ങൾ തമ്മിൽ പണ്ടുണ്ടായിരുന്ന ആ വാമത്തു ഇഷ്ടമൊക്കെ തിരിച്ചു കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ കുറച്ചു നാളുകൂടെ ഇവിടെ അങ്ങ് ജീവിക്കട്ടെ. അവിടെ നിന്ന് അവളുടെ മനസ്സിൽ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ അവൾ വെല്ലിച്ചനോട് വിളിച്ചു പറയും. പിന്നെ വെല്ലിച്ചൻ എന്തെങ്കിലും തിരിച്ചു പറയും. അത് പിന്നെ വഴക്കായി പ്രശ്നമായി. അത് വേണ്ട ചേച്ചി. ഞാൻ വിളിക്കാം ചേച്ചി. അവക്കേ ടാബ്ലറ്റ് കൊടുക്കേണ്ട സമയമായി. വൈകുന്നേരം ആണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റും ഉണ്ട്. ശരി ചേച്ചി എന്നാ. ആ മാഷിനെ അവർ വളച്ചെടുത്തിട്ട് ഉദ്ദേശം വേറെയാ. മാഡത്തിന് എതിരെയായിട്ട് മാഷിന്റെ മൊഴി അവർക്ക് വേണം. മാഷ് മാഡത്തിനെതിരെ മൊഴി കൊടുത്താൽ മാഡം കുരുങ്ങുന്ന കാര്യം ഉറപ്പാണേ.
ഹലോ. ആ ഭദ്ര മാഡം, ഞാനാ പുത്രം വക്കീല്. എന്താ വക്കീലേ? സോറി, ഞാൻ വീണ്ടും ഡിസ്റ്റർബ് ചെയ്യാൻ വിളിച്ചതല്ല. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മാഷ് അവരുടെ കൂടത്തി കൂടിയല്ലേ. മാഡം വിഷമിക്കരുത്, ഇത് അവരുടെ ഒരു പ്ലാനാണ്. സേവിയറും ട്രീസയും മൂന്നെണ്ണൊക്കെ ചേർന്ന ഒരു കമ്പനി ആയിരിക്കുക. ഇത് അവരുടെ ട്രാപ്പാ. ആയിക്കോട്ടെ. മാഡം ഈ സമയത്ത് ചുമ്മാ ഇരിക്കരുത്. നമ്മൾ ഫൈറ്റ് ചെയ്യണം. അവർ ഇത്രയും തറവേലകൾ കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ റിയാക്ട് ചെയ്യാതിരുന്നൂടാ. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം മാഡം. ഞാനിപ്പോ അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ല വക്കീലെ. അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള സ്പിരിറ്റൊക്കെ പോയി. കേസും കോടതിയും ഒക്കെ തന്നെ. ഇനിയിപ്പോ എന്തിനാന്നാ ഞാൻ ആലോചിക്കുന്നേ. മാഡം ഇങ്ങനെ നിരാശപ്പെടാതെ. തീർത്തും ആശ കൈവിടേണ്ട കാര്യമില്ല. മാഷിനെ അവർ വളച്ചെടുത്തിട്ട് ഉദ്ദേശം വേറെയാ. മാഡത്തിന് എതിരെയായിട്ട് മാഷിന്റെ മൊഴി അവർക്ക് വേണം. മാഷ് മാഡത്തിനെതിരെ മൊഴി കൊടുത്താൽ മാഡം കുരുങ്ങുന്ന കാര്യം ഉറപ്പാണേ. അല്ല ആണേ. അതാ അവരുടെ ശ്രമം. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാ. പക്ഷേ ഈ കേസ് അന്വേഷിക്കുന്നത് ശ്രീറാം ചന്ദ്രശേഖര. അങ്ങേരെ അങ്ങനെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങേരുടെ കയ്യിൽ അവരെ പൂട്ടാനുള്ള ചില കൊളുത്തുകൾ കാണും മാഡം. അങ്ങനെ തന്നെയാണ് എന്റെ വിശ്വാസം. 10 ട്രീസയും 15 സേവിയറും 24 മുകുന്ദന്മാർ ചേർന്നാലും ശ്രീറാം ചന്ദ്രശേഖരനെതിരെ കൊരുത്ത് നിൽക്കത്തില്ല. അങ്ങേരെ അതാ ജനിസ്. അതുകൊണ്ട് മാഡം ഈ ടെൻഷനൊക്കെ കള. മാഡം വിളിച്ചാലും ഇല്ലെങ്കിലും മാഡത്തിന്റെ വക്കീൽ ഈ ഞാനാ, ഈ പുത്രൻ. കോടതിയിൽ അവസാന ശ്വാസം വരെ ഞാൻ മാഡത്തിന് വേണ്ടി പോരാടും. കേസ് നമ്മൾ ജയിക്കും, പുഷ്പം പോലെ ജയിക്കും. മാഡം ധൈര്യമായിരിക്കും. ശരിയെന്നാ വയ്ക്കട്ടെ. ശരി. എന്താ അമ്മ വക്കീൽ പറഞ്ഞത്? കേസ് വക്കീല് കൈവിട്ടിട്ടില്ല, ഫൈറ്റ് ചെയ്യണം, അങ്ങനൊക്കെയാ പറഞ്ഞത്. അമ്മേ, ഞാൻ ഈ വക്കീലിനൊന്ന് പോയി കണ്ടാലോ? എന്തിനാ മോളെ? ഞാൻ ചെന്ന് വക്കീലിനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? എന്തു പറയാൻ? ഞാനെല്ലാം ചെയ്തെന്ന്. തെളിവുകൾ ശ്രീറാം സാറിനെ കൊടുത്തിട്ട് ഇതുവരെ ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. മോളെ, നീ ഇത് വേറെ ആരോടും പറയരുത്. അത് ശ്രീറാം സാറിനും കൂടെ ആപത്താ. നിനക്കൊരു പ്രശ്നവും വരാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാനാ സാറ് ശ്രമിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് കുറച്ച് സമയം കൂടി വേണ്ടേ? അതല്ലേ സാറ് പറഞ്ഞത്. നമുക്കത് വിശ്വസിച്ചൂടെ? എത്ര നാളെന്ന് കരുതിയ അമ്മ ഈ കാത്തിരിപ്പ്? കാത്തിരിക്കണം. പക്ഷേ ഇപ്പൊ എന്റെ മനസ്സിലെ ടെൻഷൻ അതൊന്നുമല്ല. ഞാൻ ജയിലിൽ പോകുന്നത് എനിക്കൊരു ചെറിയ ശിക്ഷയാ. പക്ഷേ അതിനേക്കാൾ വലിയ ശിക്ഷ നിനക്കെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളതാ. ഇതിനു മുൻപ് അച്ഛനുണ്ടായിരുന്നു നിന്റെ കൂടെ. അങ്ങനൊരു ആശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോ നീ എനിക്ക് വേണ്ടി അച്ഛനെ കൂടെ പിണക്കിയില്ലേ? അത് മണ്ടത്തരായിപ്പോയി. വേണ്ടായിരുന്നു. അമ്മ എന്തൊക്കെയായി പറയുന്നേ? മോളെ, മോൾ അച്ഛന്റെ കൂടെ പോയി നിൽക്കണം. അച്ഛന്റെ കൂടെയോ? ആ, എനിക്കിനി പുറം ലോകത്തൊരു ജീവിതമുള്ളത് കൂടി വന്നാൽ 3-4 മാസമാ. അതിനിപ്പുറം എനിക്ക് നിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാകണം. ഇല്ലെങ്കിൽ എവിടെ പോയാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവാൻ ഞാൻ അച്ഛന്റെ കൂടെ പോയി നിൽക്കണം അല്ലേ? അതെ മോളെ, അത് മാത്രം ഇതിനൊരു പരിഹാരം. അത് മാത്രമേ ഉള്ളൂ. ഇല്ല, അമ്മ ഇനി കൂടുതലൊന്നും എന്നോട് പറയണ്ട. കേസും കോടതിയും ഒക്കെ വരുന്ന പോലെ വരട്ടെ. അന്ന് നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. പക്ഷെ ഇപ്പോ ഈ ലോകത്ത് എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തിയ എന്റെ അമ്മയെ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. അമ്മ ഈ സഹിക്കുന്നൊക്കെ എനിക്ക് വേണ്ടിയാ. അതെല്ലാം മറന്ന് ഞാൻ എന്റെ അമ്മയെ വിട്ട് പോണോ? പറ. പോവില്ല, ഞാൻ എങ്ങോട്ടും പോവില്ല. ഞാൻ എന്റെ അമ്മയെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ഒരച്ഛനടുത്തും പോവില്ല. എനിക്ക് ആരും കാണണ്ട.
എനിക്ക് എൻ്റെ അമ്മ മതി. എനിക്കൊരച്ഛനെ കാണണ്ട. ഞാൻ അറിഞ്ഞതും അപ്പോൾ നടക്കാൻ പോകുന്നതൊക്കെ കറക്റ്റാ. എന്തറിഞ്ഞു എന്നാ നിങ്ങള്? എന്റെ മാഷിന് നിൽക്കാൻ അറിയത്തില്ല, പക്ഷെ അങ്ങേർക്കറിയാം. മുകുന്ദൻ മേനോൻ. മുകുന്ദൻ? ആ മാഷേ, ഞാൻ കുറെ ബുദ്ധിമുട്ടി ഈ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കാൻ. നല്ല കിടുക്കൻ സ്ഥലം. പക്ഷെ സിറ്റിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോരണമെങ്കിൽ കുറെ പെട്രോൾ കത്തിക്കണം. കുറെ നേരം കൊണ്ട് ഗേറ്റ് മുന്നിൽ കിടന്ന് വട്ടം ചുറ്റി കളിക്കുകയായിരുന്നു. എന്താ പുത്രനൊക്കെ ആവശ്യം? മാഷ മുഖം കറക്കാതെ ഒരു വാക്ക് എന്റെ മുഖത്തോക്കി മിണ്ടിയല്ലോ, സമാധാനമായി. മാഷ് കഥ കടയ്ക്കും ചീത്ത വിളിക്കുമെന്ന് വിചാരിച്ച് പേടിച്ച് വന്നതാ ഞാൻ. എന്നാലും മാഷിനോട് നേരിട്ട് വന്ന് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. എന്തുകൊണ്ടാ? മാഷിനോടുള്ള സ്നേഹം, ബഹുമാനം, ആത്മാർത്ഥത. എന്താ ഇത്ര പറയാനുള്ളത്? ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് സീക്രട്സാ. നമ്മുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ടാ. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചില ചാരന്മാരുണ്ട്. മന്ത്രി ഒന്ന് മുക്കിയാലും DGP ഒന്ന് തുമ്മിയാലും ആദ്യം അറിയുന്നത് ആരായിരിക്കും? ആരാ? ഈ പുത്രൻ. അതായിപ്പോ ഈ പുത്രന്റെ പ്രൊഫഷൻ. പുത്രൻ എന്തായി പറഞ്ഞു വരുന്നേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മാഷിന്റെ വീട്ടിൽ വന്നപ്പോ മാഷിന്റെ ഭാര്യ എങ്ങോട്ടാ പോയത്? അത് അന്ന് ഓട്ടയിൽ വന്നിറങ്ങിയത് ശ്രീറാം ചന്ദ്രശേഖരനെ കാണാൻ പോയിട്ട് വന്നതല്ലേ? അല്ലേ? സത്യമല്ലേ? അതെ. അപ്പൊ ഉള്ളതന്നെ മാഷേ. ഇതേ ട്രാപ്പാ. കുഴി കുഴിച്ചിട്ടേക്കുക. ആരെ വീഴ്ത്തണെന്ന് ചോദിക്ക് മാഷേ, ചോദിക്ക്. താനങ്ങ് പറ. മാഷിനെയും മുകുന്ദേട്ടനെ പൂട്ടാനുള്ള പൂട്ടുകളാ. ഞാൻ അറിഞ്ഞതും അപ്പോൾ നടക്കാൻ പോകുന്നതൊക്കെ കറക്റ്റാ. സംഗതി സത്യമാ. എന്തറിഞ്ഞു എന്നാ നിങ്ങള്? എന്റെ മാഷിന് നിൽക്കാൻ അറിയത്തില്ല, പക്ഷെ അങ്ങേർക്കറിയാം. മുകുന്ദൻ മേനോൻ. മുകുന്ദനോ? മാഷിനോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. മാഷ് പറ, അങ്ങേരിപ്പ എവിടെ പോയി കിടക്കുക? മാഷ് പറഞ്ഞതാ. മാഷ് പറ. അങ്ങേരെന്തോ ബാറുകാരുടെ മീറ്റിങ്ങിന് പോയിരിക്കല്ലേ? മീറ്റിംഗ് 10-15 ദിവസമായിട്ട് എന്തോന്ന് മീറ്റിംഗാ മാഷേ? ഉച്ചകോടിയും വട്ടമേശ സമ്മേളനമൊക്കെ ആണോ? മുന്തിരിച്ചാറും പഴച്ചാറും ഒക്കെ വിറ്റ് ചില്ലറയെ വാങ്ങി ജീവിക്കുന്ന കുറെ എക്സ് മുതലാളിമാര്. പഴയ തഴമ്പ് തടവിരിക്കുന്ന സ്ഥലമല്ലേ ഈ ബാർ ഓണേഴ്സിന്റെ യോഗം. അവിടെ എന്തിനാ ഇങ്ങനെ 10-15 ദിവസം പോയി കിടന്ന് മലമറിക്കുന്നേ? ദേ, ഞാൻ മാഷിനോട് ഉള്ള സത്യം തുറന്നു പറയാമേ. അങ്ങേര് മുങ്ങിയതാ. മെറ്റിൽഡ മുകുന്ദൻ.